ദൈവം സഹായിച്ച് ഞാനിപ്പോ ദേശീയ വിഷയങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രതികരണം നടത്തുകയാണ്. അതൊക്കെ ഈ ബാലിശമായിട്ടുള്ള ആരോപണങ്ങളൊന്നും ഞാൻ തൊട്ട് ഉദ്ദേശിക്കുന്നില്ല. ആരോപണം ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന്റെ ശൈലിയാണ് ഇപ്പൊ അവിടെ കേരളത്തിൽ. അതിലൊക്കെ ഒന്നും ഞാൻ ഞാൻ മുഖ്യമന്ത്രിയുടെ ശൈലി പറയുന്നത് ആരാ? പഴയ മുഖ്യമന്ത്രിയല്ലേ. ഞാനിപ്പോ ഒരു കാലത്ത് PM ശ്രീ ഉദാഹരണത്തിന് ഞാൻ കേട്ടു മുഖ്യമന്ത്രി ഇങ്ങനെ കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്നത്. കോൺഗ്രസ് ആരാണ് ഇത് ഡൈലൂട്ട് ചെയ്തത്? CPI മന്ത്രിമാരെ പോലും അറിയാതെ ഇവിടെ വന്ന് കരാറിൽ ഒപ്പിട്ടത് ആരാണ്? എന്നിട്ട് പറഞ്ഞതെന്താണ്? 2000 കോടി നഷ്ടപ്പെടുന്നു. ഞാനതിന്റെ കണക്കെടുത്തു കഴിഞ്ഞ ദിവസം. മധ്യപ്രദേശിൽ പോലും കിട്ടിയത് കഴിഞ്ഞ 5 കൊല്ലം കൂടി കൂട്ടിയത് എത്ര അറിയോ? 700 കോടിയുടെ അടുത്ത്. കർണാടകം നമ്മൾ ഭരിക്കുന്ന സ്റ്റേറ്റാണ്. അവിടെ ചോദിച്ചപ്പോൾ 3 കൊല്ലം കൊണ്ട് കിട്ടിയത് 238 കോടി. ഇതിനെയാണ് പർവ്വതീകരിച്ച് ആയിരക്കണക്കിന് കോടി നഷ്ടം വരാൻ വേണ്ടി പോവാണ്. ഈ ഒരു കാര്യം മനസ്സിലാക്കിയോ? ഇവരുടെ വിദ്യാഭ്യാസ അജണ്ടകളെല്ലാം കാവ്യവൽക്കരിക്കാൻ വേണ്ടിയുള്ള അജണ്ടയാണ്. ആ കാവ്യവൽക്കരിക്കാനുള്ള അജണ്ടകളെ നിന്നുകൊടുക്കാൻ എന്തുകൊണ്ട് പിണറായിയും തയ്യാറായി? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ വാസ്റ്റാനും വളരെ ക്ലിയറാണ് ആ കാര്യത്തിൽ. നരേന്ദ്രമോദിയുടെ കാവ്യവൽക്കരണ അജണ്ടക്ക് ഇത് ഇന്ത്യാതലത്തിൽ നടക്കുന്ന പ്രക്ഷോഭം അതിന്റെ ഭാഗമായിട്ടാണ്. വെറും കേവലം ഒരു പ്രശ്നത്തിന്റെ പുറത്തല്ല, എഡ്യൂക്കേഷൻ സിസ്റ്റം ഹൈജാക്ക് ചെയ്ത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ നിർവീര്യമാക്കുന്ന മോഡി ഗവൺമെന്റിനെതിരായിട്ടാണ് ദേശീയ തലത്തിൽ പോകുന്നത്. അല്ല, അതിന്റെ അപ്പോൾ സബ് കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ആ സബ് കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തതനുസരിച്ച് ഗവൺമെന്റ് തീരുമാനം എടുക്കുമായിരിക്കും. കോൺഗ്രസിന് അക്കാര്യത്തിൽ വ്യക്തമായ നിലപാടുണ്ട്, UDFനും ഉണ്ട് അക്കാര്യത്തിൽ. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനെ ആക്രമിക്കുന്നതിന്റെ തമാശയാണ് ഞാനിത് പറഞ്ഞു വരുന്നത്. അദ്ദേഹമാണ് ഇതിന്റെ ഉപജ്ഞാതാവ് തന്നെ ഇപ്പൊ വന്നിട്ട് ഞങ്ങളെ കുറ്റം പറയാൻ ഇറങ്ങിയിരിക്കുക. നമസ്കാരം. അപ്പൊ എനിക്ക് പാർലമെന്റ് പോയി മീറ്റിംഗ് ഇരുന്നിട്ട് തന്നെ വേണം. കശ്മീരിന്റെ സ്റ്റേറ്റ് ഹുഡുമായി ബന്ധപ്പെട്ട് ഓരോ സഭാ സമ്മേളനത്തിൽ ആവശ്യങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും അത് പരിഗണിക്കുന്നില്ല. തട്ടിപ്പ്, വെറും ആള് കശ്മീരികളെ കബളിപ്പിക്കുകയല്ലേ ചെയ്തത്. പ്രധാനമന്ത്രി ആ ഇലക്ഷൻ കാലത്ത് നടത്തിയ പ്രഖ്യാപനം നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. തട്ടിപ്പ്. കശ്മീരിനെ പോലുള്ള ജനതയോട്, ഇന്ത്യയുടെ ഇന്റഗ്രിറ്റിയുമായിട്ട് അലിഞ്ഞു ചേർന്ന് നിൽക്കുന്ന ആ ജനതയോട് കാണിക്കുന്ന ഏറ്റവും വലിയ വഞ്ചന. സംശയം എന്താ? അല്ലേ, നമ്മളെല്ലാം കൂടെ പറയണ്ട നിന്ന്. ഇതിന്ന് ദേശീയ തലത്തിൽ നിൽക്കുക.